മണിയാശാന്റെ ഒരു വിവാദ വാക്കുകളില്ലാത്ത സമയം ഉണ്ടാവില്ല. ഒരു ഇടവേള എടുത്തു കഴിഞ്ഞാലും പിന്നെയും പുള്ളി തിരിച്ചു വരും എന്നുള്ളതാണ്. അവസാനം ഈ സിപിഎം വിമതർക്കെതിരെയായിരുന്നു മണിയാശാന്റെ ഇത്തരം പ്രയോഗങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെയാണ്. പക്ഷേ ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റുന്ന വാക്കുകളൊന്നുമല്ല. ചെകുത്താനെന്നൊക്കെയാണ് മുഖ്യമന്ത്രിയെ വിളിച്ചിട്ടുള്ളത്. ഞാൻ ആ വാചകങ്ങളൊന്ന് വായിക്കാം. "ചിരി കണ്ടാൽ വീണുപോകും, കണ്ടാൽ സുന്ദരൻ. പക്ഷേ ചെകുത്താന്റെ സ്വഭാവം ചിരിച്ചുകൊണ്ട് കഴുത്തറക്കും." കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ അതിരൂക്ഷമായിട്ടുള്ള കടന്നാക്രമണമാണ് മുൻ മന്ത്രിയും എം.എം. മണി നടത്തിയിട്ടുള്ളത്. ഇതിൽ സതീശനെ പുറമെ കാണാൻ സുന്ദരനാണെങ്കിലും ഉള്ളിൽ ചെകുത്താന്റെ സ്വഭാവമാണെന്നും ചിരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കഴുത്തറക്കുന്ന സ്വഭാവമാണ് അദ്ദേഹത്തിൻ്റെതെന്നുമാണ് മണി പറഞ്ഞിട്ടുള്ളത്. ഒരൊറ്റ മിനിറ്റ്. ഇദ്ദേഹം പറഞ്ഞു വരുന്നത് പിണറായിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഏ ചിരിച്ചുകൊണ്ട് കഴുത്തറക്കാൻ എക്സ്പേർട്ട്. ഇത്രയും കൊല്ലത്തെ മുഖ്യമന്ത്രിമാരുടെ ചരിത്രം നോക്കുവാണെങ്കിൽ ആദ്യത്തെ പിണറായി ഭരണകാലത്തിൽ പിണറായി അല്ല, തന്നെയായിരുന്നു എന്ന്. പിണറായി വിജയൻ ചിരിക്കില്ല എന്നല്ലേ ഒരു അല്ല ആക്ഷേപം അല്ലല്ല ഉള്ളത്? ആദ്യമൊക്കെ അങ്ങേര് ഈ പാർട്ടിയിലുണ്ടായിരുന്ന സമയത്തൊക്കെ ചിരിക്കുന്ന ആൾ തന്നെയായിരുന്നു. അവസാനം പോകെയാണ് ചിരി അദ്ദേഹത്തിൽ നിന്ന് വിട്ടുപോയത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവായതിനു ശേഷമാണ് ചിരി ചിരി തിരിച്ചു ചിരി വന്നത്. തിരിച്ചു വന്നു തുടങ്ങിയത്. വായിച്ചോളൂ, ഞാൻ ഇദ്ദേഹം പറഞ്ഞത് മണിയാശാൻ ശരിക്കും ആദ്യം അച്യുതാനന്ദൻ്റെ പക്ഷക്കാരനായിരുന്നു. പിന്നെയാണ് അദ്ദേഹം പിണറായി പക്ഷക്കാരനായത്. ഇപ്പം ഇദ്ദേഹം പറയുന്നത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹം അച്യുതാനന്ദ പക്ഷക്കാരനായിരുന്നപ്പോൾ പിണറായിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ആണ് ഇപ്പോൾ അദ്ദേഹം ഒന്ന് ഉറക്കെ പറയുന്നതെന്ന്. ഇപ്പൊ രണ്ടുപേരും കൂടെ നിർത്തിയിട്ടൊക്കെ ഉണ്ട്. ആ, ഊട്ടിപ്പാലം കടത്തിത്തരാം എന്നൊക്കെ പറയുന്നത് പോലെയാണ്, അങ്ങനെയുണ്ടോ? തട്ടിപ്പുകളാണ്. അങ്ങനെ ഒരു ചൊല്ല് നമ്മൾ കേട്ടിട്ടില്ലല്ലോ. ഇത് ഊട്ടിപ്പാലം. ഇടുക്കിയില് ഉള്ള ചൊല്ലായിരിക്കും. ഓക്കെ. നമ്മൾ കേട്ടിട്ടുള്ളത് പാലം കടക്കുവോളം നാരായണ, പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ എന്നേ കേട്ടിട്ടുള്ളൂ. ഇടുക്കിപ്പാലം നമ്മുടെ കേരളത്തിൽ ആവശ്യമില്ല. തട്ടിപ്പുകളാണ് അദ്ദേഹം നടത്തുന്നതെന്ന് മണി ആരോപിച്ചു. ചിരി കണ്ടാൽ വീണു പോകും. പക്ഷേ ഒന്നാം തരം തട്ടിപ്പുകാരനാണെന്ന് മണി കൂട്ടിച്ചേർക്കുന്നു. അപ്രായോഗികമായ വാഗ്ദാനങ്ങളും തട്ടിപ്പുകളും പറഞ്ഞാണ് അദ്ദേഹം അധികാരത്തിലെത്തിയതെന്നും ഇത്രയും വലിയൊരു നയവഞ്ചകൻ വേറെയില്ല. ജനവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കുന്ന ഇത്തരം നയവഞ്ചകർക്കെതിരെ ജാഗ്രത പാലിക്കേണ്ട ബാധ്യത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. വി.എസ്. അച്യുതാനന്ദൻ, പിണറായി വിജയൻ സർക്കാരുകൾ നടപ്പാക്കിയ ക്ഷേമ പദ്ധതികൾ തകർക്കാനാണ് സതീശന്റെ സർക്കാർ ശ്രമിക്കുന്നത്. ഇതിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം അനിവാര്യമാണ്. ആ, ഇതാണ് മണിയാശാൻ ആതിര, നമ്മൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ഇങ്ങനെ എയറിൽ തൂങ്ങിക്കിടക്കുന്ന പാലത്തിനെ കുറിച്ച്. അതായിരിക്കും അദ്ദേഹം പറഞ്ഞ ഇടുക്കി പാലം കടത്തിവിട്ടാൽ ഈ പാലങ്ങളുടെ മുകളിലൊക്കെ കരയെത്താൻ പറ്റാതെ നിൽക്കുന്ന ജനസഞ്ചയങ്ങളെ തന്നെ കാണാം. അതിൻ്റെ ഓർമ്മയിലായിരിക്കും. ഇന്നും വേറൊരു പാലത്തിനെ കുറിച്ച് വന്നിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ ഇങ്ങനെ എയറിൽ രണ്ട് സൈഡിൽ നിന്നും വന്ന് തൂങ്ങി നിൽക്കുന്നു, നടക്കുന്നു, നമുക്ക് ചാടി വെള്ളത്തിലേക്ക് വീഴാം. അതും ഒരു വലിയ കളിയാണല്ലോ. ഇപ്പോൾ ഓസ്ട്രേലിയ ന്യൂസിലൻഡൊക്കെ പോവുകയാണെങ്കിൽ ബങ്കി ജമ്പിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചാടാം പാലത്തിൻ്റെ മുകളിൽ നിന്ന്. അതുപോലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിരിക്കും അല്ലേ, രണ്ട് സൈഡിൽ നിന്നും നമുക്ക് ചാടി വെള്ളത്തിലേക്ക് വീഴാൻ പറ്റുന്ന പോലത്തെ ഒരു കളി. അതായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത് ഊട്ടിപ്പാലം കടത്തിവിടാനായിട്ട്. ഈ പാലങ്ങൾ എന്ന് കടത്തിവിടും? സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. മണിയാശാൻ ഒട്ടും ടെൻഷൻ അടിക്കണ്ട. മണിയാശാനും ടെൻഷനുണ്ട്. ഓരോ കേസുകളും പൊക്കി കൊണ്ടുവരുന്ന സമയത്ത് അദ്ദേഹം 13 പേര് ലിസ്റ്റ് ഉണ്ടാക്കി, ഒരാളെ വെട്ടിക്കൊന്നു, ഒരാളെ ടോട്ടോ ചെയ്തു, ഒരാളെ അടിച്ചു കൊന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരുടെ പേര് സഹിതം പറഞ്ഞിട്ടുള്ളതാണ്. ആ സമയത്ത് സതീശൻ്റെ അടുത്ത് ഈ കേസും കൂടെ ഓപ്പൺ ചെയ്യണമെന്ന് നമ്മൾ ഒരു റിക്വസ്റ്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ടെൻഷൻ അദ്ദേഹത്തിനുണ്ടാവും. മാത്രമല്ല നമ്മൾ പിന്നെയും പറയുകയുണ്ടായി, എത്രയോ പേര് മരിച്ചു പ്രളയം. അമിക്കസ് ക്യൂറി പറയുണ്ടായി മണിയാശാൻ ഒരൊറ്റയാളാണ് ഈ പ്രളയത്തിന് കാരനെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായോ? വേറെ ഏത് രാജ്യത്താണെങ്കിലും അദ്ദേഹം ഇപ്പോൾ അഴിക്കുള്ളി കിടക്കൂലേ? ഇതൊക്കെ അദ്ദേഹത്തിന് ടെൻഷൻ ഉണ്ടെന്നേ. ഈ പ്രായത്തിൽ ജയിലിൽ പോയി കിടക്കാമെന്ന് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അദ്ദേഹത്തിൻ്റെയൊക്കെ വീട് കാണണം, എവിടെ നിന്നാണ് ഇത്രയധികം പൈസ? ഒരു CPM എന്ന് പറയുകയാണെങ്കിൽ തൊഴിലാളി പ്രസ്ഥാനത്തിൽ കൂടെ വളർന്നു വരുന്നതാണ്. സോഷ്യലിസം എന്ന് പറയുകയാണെങ്കിൽ അവരുടെ ജോലി ചെയ്യുന്ന ആൾക്കാരോടൊപ്പം ജീവിക്കുക എന്നുള്ളതാണ്. നേതാക്കന്മാർക്ക് മാത്രം എന്താണ് ഇത്രയും വലിയ സുഖസൗകര്യങ്ങൾ? അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവരുടെ CPMൻ്റെ സെക്രട്ടേറിയറ്റിൽ വരുന്ന ഓരോരുത്തരും ഇന്നോവ കാറിലാണ് വരുന്നത്. ഒരു മാരുതി 800 കാറിൽ വരുന്ന ഒരാളെ കണ്ടിട്ടുണ്ടോ? ഒരു സ്കൂട്ടർ ഓടിച്ച് വരുന്ന ഒരാളെ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ ശൈലജ ടീച്ചർ റീസെൻ്റ്ലി വന്നിറങ്ങി. ഇവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുക്കുന്ന എന്തിന് ഇന്നോവ കാർ? ഒരു സ്കൂട്ടർ അയച്ചു കൊടുത്താൽ പോരെ? ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ ജനങ്ങൾ എന്താണ് ഈ CPM എന്ന പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഭൂഷ എന്ന് പറയുമ്പോൾ ഇവരെല്ലാ നേതാക്കന്മാരെക്കുറിച്ചല്ല, പൈസയുള്ള മുതലാളിമാരെക്കുറിച്ച് അല്ലെങ്കിൽ പൈസയുള്ളവരെക്കുറിച്ച് ഭൂഷ്വാസികൾ എന്നാണ് പറയുന്നത്. അവരും ഇത് തന്നെയല്ലേ ചെയ്യുന്നത്? ഇന്നോവ കാറിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ? ഏത് കാറിലാണെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലം വരെ എത്തിയാൽ പോരെ?
ഇന്നോവയുടെ കുറച്ച് താഴെയുള്ള വേരിയൻസ് മേടിക്കുന്നേ. എന്തിനാണ് ഇന്നോവ കാറിൽ തന്നെ പോകുന്നത്? അല്ലെങ്കിൽ ഇപ്പം അധികാരത്തിലില്ല. റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവരെ വിളിച്ചുകൊണ്ടുവരാനായിട്ട് എന്തിനാ ഇത്ര വലിയ കാറുകൾ? എന്താണ് പെട്രോളിൻ്റെ വില? ഇന്നോവ കാറിന് എത്ര പെട്രോൾ കിട്ടും? എത്ര പെട്രോൾ അത് കുടിക്കും? സാധാരണ കാറുകളെ വെച്ച് നോക്കുമ്പോൾ. അപ്പം എൻ്റെ മണിയാശാൻ ഒന്നും പറയാനില്ലെങ്കിലും മണിയാശാൻ ഠോ 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 പറഞ്ഞ് കളിക്കൂ. അല്ലെങ്കിൽ അമ്പലപ്പറമ്പുകളിൽ നമുക്ക് പൊട്ടാസ് വെച്ച് പൊട്ടിക്കാവുന്ന തോക്കുകളൊക്കെ കൊച്ചുള്ളച്ചാ തോക്ക് എന്നൊക്കെ പറഞ്ഞ് മേടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വെച്ച് കളിക്കൂ. താങ്കളുടെ വീട്ടുമുറ്റത്തും നമ്മളുടെ VD സതീശൻ്റെ പോലീസ് എത്തുന്ന, രമേശ് ചെന്നിത്തലയുടെ പോലീസ് എത്തുന്ന സമയം അതിവിദൂരമല്ല. പണ്ട് ഇദ്ദേഹം ഇങ്ങനെ പറയുന്ന സമയത്ത് സംരക്ഷിക്കാൻ പിണറായി വിജയൻ സർക്കാർ ഉണ്ടായിരുന്നു, സർക്കാരിന്റെ പോലീസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ചെകുത്താനെന്ന് വിളിച്ചിട്ടുള്ളത്, അല്ല അദ്ദേഹത്തിന്റെ നയവഞ്ചകൻ എന്ന് വിളിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ഡിഫമേഷൻ കൊടുക്കണം. കുലം കുത്തി എന്നാണ് സ്വന്തം കൂടെയുള്ള ആൾക്കാരെ പിണറായി വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു കൾച്ചറാണ് ഇവരുടെ എന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ മുഖ്യമന്ത്രി ചെകുത്താൻ എന്ന് പറയാനായിട്ട് ഇവർക്ക് 2 പ്രാവശ്യം ചിന്തിക്കേണ്ട ആവശ്യമില്ല. കൂടെ നിന്ന് ഒരുമിച്ച് സഹപ്രവർത്തകനായി നിന്ന് എല്ലാത്തിനും കൂടെ നിന്നൊരു വ്യക്തിയാണ് TP ചന്ദ്രശേഖരൻ. അതുപോലെ ശ്രീ പിണറായി സഖാവ് ഒരു കൊലക്കേസിൽ പ്രതിയാണ്. പാടിക്കൽ രാമകൃഷ്ണൻ്റെ കേസിൽ പ്രതിയാണ്. ലീല ചേച്ചി കരഞ്ഞുകൊണ്ട് ഈ ഇടയ്ക്ക് ഒരു അഭിമുഖം കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ പറയുന്നുണ്ടായിരുന്നു ഓരോരുത്തരും എങ്ങനെയാണ് ഈ ഇഹലോകവാസം വിട്ടുപോയത് ആ കേസിലെ പ്രതികളെന്ന്. 16 വയസ്സിൽ കല്യാണം കഴിഞ്ഞ് പോയതാണ്. കുട്ടികൾ പോലും അവർക്കായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ കേസിലെ പല പ്രതികളും അതിന് ശേഷം ലീല ചേച്ചിയെടുത്ത് വന്ന് കണ്ട് മാപ്പപേക്ഷിക്കുകയും എന്നാൽ അവരിവിടുന്ന് ഈ ഇഹലോകവാസം വിട്ടുപോയത് ദുരിതത്തിൽ ആണ്ടാണ് പോയത്. ഓരോ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ കാരണം. തപിച്ച മനസ്സാണ്. നമ്മളുടെ ജയകൃഷ്ണൻ മാസ്റ്ററുടെ ക്ലാസ്സിൽ ആ സമയത്തുണ്ടായിരുന്ന കുട്ടികൾ ഇപ്പോഴും മാനസിക വിഭ്രാന്തിയിൽ നിന്നും മോചിതരായിട്ടില്ല. വർഷം എത്ര കഴിഞ്ഞു പോയി, എത്ര സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. അപ്പോൾ ഈ CPM എന്ന് പറയുന്ന ഒരു കക്ഷി, അതിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ കൊല ചെയ്യുന്നു, മറ്റുള്ളവരെ കൊല്ലുന്നു, അതോടൊപ്പം തന്നെ കുലംകുത്തി എന്ന് പറഞ്ഞ് കൊല്ലുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് നമ്മളുടെ മണിയാശാനും. ഇനി കേരളത്തിൽ തിരിച്ചുവാസം സാധ്യമോ എന്നും പറഞ്ഞിട്ടൊരു പാട്ട് ഉണ്ട്. അതുപോലെ CPMന് ഇങ്ങോട്ടേക്കൊരു മടങ്ങി വരവ് കേരള ഭൂമിയിൽ സാധ്യമല്ല. ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. എൻ്റെ ബോഡി എൻ്റെ തല എന്നുള്ള ഫിഗറിലാണ് നിന്ന് മത്സരിച്ചത് 140 നിയോജക മണ്ഡലത്തിലും. നല്ല 8 നിലയിൽ പൊട്ടി. ഇനി ഇദ്ദേഹത്തിൻ്റെ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ ധാരാളം കേസുകൾ, അതായത് മൂന്നാറിൽ സ്ഥലങ്ങൾ കയ്യേറിയത് മുതലുള്ള പല പ്രശ്നങ്ങളിലും ഇദ്ദേഹം ഇംപ്ലിക്കേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. മൂന്നാറെന്ന് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പൊന്മുട്ടിയിടുന്ന താറാവായിരുന്നു. എല്ലാവരും മൂന്നാറിലേക്ക് ഒരു ടൂറിസം കേന്ദ്രമായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും ധാരാളം എൻക്രോച്ച്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ടെന്നും നമ്മൾ അറിയുന്നുണ്ട്. ഐ സ്റ്റാൻഡ് കറക്റ്റഡ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണക്കാതെ നോക്കിയാൽ, ചെകുത്താനെന്നും ഒക്കെ പറഞ്ഞ് പിണക്കാതെ നോക്കിയാൽ താങ്കളുടെ വീട്ടിൽ ജീവിക്കാം. വാക്കുകൊണ്ടായിരിക്കത്തില്ല ഇതിന് മറുപടി കൊടുക്കാൻ. തീർച്ചയായിട്ടും അങ്ങനെ കൊടുക്കരുത് ആതിര. കാരണം നമ്മളുടെ കൊച്ചു കേരളത്തിൽ, പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിൽ എല്ലായിടത്തും സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് ഈ പ്രളയം കഴിഞ്ഞിട്ട്. ഇന്നും 10,000 രൂപ കിട്ടാത്ത ആളുകളുണ്ട്. അതിന് കാരണക്കാരനായിട്ട് ജനം കണക്കാക്കുന്ന മണിയാശാൻ ഇന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മളുടെ മുഖ്യമന്ത്രിക്ക് ചെകുത്താനെന്നും അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. നയവഞ്ചകൻ. എന്ത് നയമാണ്? ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ വഞ്ചിക്കാനായിട്ട്. വന്നിട്ട് 1 മാസമല്ലേ ആയിട്ടുള്ളൂ. നയവഞ്ചകൻ എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിണറായി സഖാവ് തന്നെയാണ്. എന്തൊക്കെ മോഹന വാഗ്ദാനങ്ങളാണ് കൊടുത്തത്. എന്നിട്ട് ഇവർക്ക് എന്തെങ്കിലും ഇവർ നടപ്പാക്കിയിട്ടുണ്ടോ? ഒരു കാരുണ്യ ആരോഗ്യ പദ്ധതി ഉണ്ട്, ആൾക്കാർക്ക് പൈസ കിട്ടിയോ? അസുഖം വന്ന ആൾക്കാർക്കുള്ള ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞു 6 മാസം കൂടുമ്പോൾ 1 മാസത്തെ. അല്ല, അതേ ക്ഷേമ പെൻഷൻ ഇദ്ദേഹം അഭിസംബോധന ചെയ്ത് നമ്മൾ കണ്ടതായിരുന്നു. ഈ പെൻഷൻ വാങ്ങി ശാപ്പാടടിച്ചിട്ട് നന്ദികേട് കാണിച്ചു എന്ന് പറഞ്ഞ മനുഷ്യനാണ് ഇപ്പോൾ ഞങ്ങൾ എത്ര ക്ഷേമ പെൻഷൻ കൊടുത്തു. മുഖ്യമന്ത്രി ഇപ്പോൾ ആ നയവഞ്ചകൻ എന്ന് വിളിച്ച ആള് 1 മാസം മുമ്പ് ഇതേ ക്ഷേമ പെൻഷനെ പറ്റി അത്രയും ഞങ്ങളല്ലോ കൊടുക്കുന്നത്, നമ്മളുടെ പൈസയല്ലേ കൊടുക്കുന്നത്. ഗവൺമെന്റ് ഈസ് ഫോർ വാട്ട്? നമ്മൾ സാധാരണക്കാരെയും അവിടെ താമസിക്കുന്ന ആൾക്കാരുടെയും ഒരു പുരോഗമനം ഉണ്ടാക്കാൻ വേണ്ടി, അവർക്കും മറ്റുള്ളവരെ പോലെ നന്നായി ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് ഒരു ഗവൺമെന്റ് പരിശ്രമിക്കുന്നത്. ഞങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ പിണറായി സഖാവിൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തോ, അല്ലെങ്കിൽ മണിയാശാൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തോ? വാട്ട് നോൺസെൻസ് ഇസ് ദിസ്? ഞങ്ങളല്ലോ ജനങ്ങളുടെ കാര്യം നോക്കിയിട്ടാക്കുക. അതുപോലെ പിണറായി പറഞ്ഞല്ലോ നമ്മളുടെ കേരളത്തിൽ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായിന്ന്. അതില്ലാത്ത സംസ്ഥാനമായി നാക്കൊണ്ട് പറഞ്ഞാലാകുമോ? അങ്ങയുടെ വീട്ടിൽ വയ്ക്കുന്ന ഭക്ഷണം ഒരു
ഗോശാല ഉണ്ടാക്കാനായിട്ട് വാസ്തുപ്രകാരമാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹൊറോസ്കോപ്പ് പ്രകാരമാണെന്ന് പറയും. എത്ര ലക്ഷം രൂപയാണ് ചിലവാക്കിയത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പിണറായി സഖാവ്. അതിലൊക്കെ വിശ്വാസമുണ്ട്. ആ ഗോശാലയിൽ നിന്ന് വരുന്ന പാല് അടുത്തുള്ള അംഗൻവാടിയിലെ കുട്ടികൾക്ക് എന്തുകൊണ്ട് കൊടുത്തില്ല? ശരിയാണോ? അപ്പം ഇങ്ങനെയൊക്കെയുള്ള അല്ല, കാര്യങ്ങൾ അതേ അംഗനവാടിയുടെ ഒരു വാർത്ത ഇന്ന് വന്ന ദിവസം കൂടെ ആയിരുന്നു. 60 മാസമായി അവർക്ക് ഈ പൈസ ഓണറേറിയം പണം കൊടുത്തിട്ടില്ല. ഒന്നും കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടില്ല. അതായത് അംഗൻവാടിയിലെ എന്താണ് ഹെൽപ്പേഴ്സിനും ടീച്ചേഴ്സിനും ശരിക്കും ദുരിതപൂർണമായ ജീവിതം. കൊച്ചു കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് പോണേ. ഇവർക്ക് സമയാസമയത്ത് രാവിലെ ഒരു ഇടഭക്ഷണമുണ്ട്, ഉച്ചയ്ക്ക് ലഞ്ചുണ്ട്, അത് കഴിഞ്ഞ് അവരെ കിടത്തി ഉറക്കണം, പാട്ട് പാടി കളിപ്പിക്കണം, അതിനിടയ്ക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ പഠിക്കുന്ന പോലത്തെ പറഞ്ഞു കൊടുക്കണം. കിട്ടുന്നത് എന്താ പറഞ്ഞ പേഴ്സ് എന്ന് പറഞ്ഞൊരു കുഞ്ഞ് കടലാസിൽ വയ്ക്കാനുള്ള അതുപോലും അവർക്ക് കിട്ടുന്നില്ല. പക്ഷെ അവരാണ് ഏറ്റവും ഉത്തരവാദിത്തമുള്ള ജോലി ചെയ്യുന്നത്. അവരുടെ പലപ്പോഴും അവർക്ക് സാധനങ്ങൾ കിട്ടാറില്ല. അവരുടെ കയ്യിൽ നിന്നും എടുത്തു വെച്ചാണ് മേടിക്കുന്നത്. കുട്ടികളൊന്ന് ഇന്നെൻ്റെ ആൻറ്റി എന്നൊക്കെയാണ് വിളിക്കുക കേട്ടോ ടീച്ചറെ. ഇന്നെന്താ ടീച്ചറെ കഴിക്കാൻ തരണേന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും ആ കുഞ്ഞു വായിലേക്ക് വച്ചു കൊടുക്കണ്ടേ. അപ്പോൾ ഇവർ വരുമ്പോൾ മേടിച്ചുകൊണ്ട് വരികയാണ്. സ്നേഹം കൊണ്ടാണ്. എപ്പോഴെങ്കിലും ഇവരെയൊക്കെ പെർമനൻ്റ് ആക്കുമെന്നും ഇവർക്കൊക്കെ ജീവിത സാഹചര്യം മെച്ചപ്പെടും വിചാരിച്ചിട്ട് ജോലി ചെയ്യുന്ന പാവപ്പെട്ട വനിതകളാണ്. അവർക്കുള്ള ശമ്പളം പോലും പിണറായി സഖാവ് കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ മണിയാശാൻ എന്തെന്ന് വിടുവായിട്ടാ പറയുന്നത്? എൻ്റെ ആശാനെ, പൊന്നാശാനെ, ആശാൻ വീട്ടിൽ വായ അടച്ചു വച്ചിരിക്കൂ. അല്ലെങ്കിൽ ഇത് തീർച്ചയായും BJP അത് വിടില്ല. പ്രളയ ദുരിതം ഞങ്ങൾ ഏറ്റെടുക്കും, തീർച്ചയായിട്ടും ഏറ്റെടുക്കും. ഞാൻ ജില്ലാ പ്രസിഡൻ്റ് ആയിരുന്ന സമയത്താണ് ഞങ്ങൾ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തി 3000 ആപ്ലിക്കേഷനാണ് അന്നത്തെ കളക്ടറിന് കൊടുത്തിട്ട്. എന്നിട്ടാണ് അവർ രണ്ടാമത് ഇനി എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ഈ കാര്യങ്ങൾ അവർക്ക് എന്തുമാത്രം പൈസ ഇനി കിട്ടണം എന്നൊക്കെ വെച്ചിട്ട് എടപ്പള്ളിയിൽ ഒരു കോർട്ടിൽ രണ്ടാമത് തുടങ്ങി. ഒന്നും കൊടുത്തിട്ടില്ല. രാവിലെ ഒന്ന് ഹാജരെടുക്കും, വൈകുന്നേരം പൊക്കോളാൻ പറയും. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് 3 MLA മാരുണ്ട്. തീർച്ചയായിട്ടും അത് പുറത്തേക്ക് എടുക്കും. മണിയാശാനെ പ്ലീസ് കീപ് യുവർ മൗത്ത് ഷട്ട്. അതുപോലെ തന്നെ VD സതീശൻ സർക്കാരാണ് ഇപ്പോൾ, പിണറായി വിജയൻ സർക്കാരല്ല. നിങ്ങൾ പറയുന്നതെല്ലാം കേട്ടിട്ട് കേൾക്കില്ല. വെറുതെ ഇതുപോലെ തന്നെ നാട്ടുഭാഷയാണ് എന്ത് നാട്ടുഭാഷ? അങ്ങനെ പറഞ്ഞു വിടാനുള്ളൊരു സർക്കാരല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ആദരിക്കൊരു കാര്യം അറിയാമോ? പ്രതിപക്ഷ കക്ഷികളിൽ 3ാമത്തെ പ്രതിപക്ഷ കക്ഷി BJP ആണെന്ന് അംഗസംഖ്യ ഉണ്ട്. പ്രതിപക്ഷ കക്ഷികൾ അവിടെ ഒരു മുറിയുണ്ട്. അവിടെ ഒരു സ്റ്റാഫിനെ ഗവൺമെൻറ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ശബ്ദം, BJP-ക്കാരുടെ ശബ്ദം പുറത്തേക്കും, BJP-ക്കാരുടെ ശബ്ദം ജനങ്ങളുടെ ശബ്ദമാണ്. അതും കൂടെ മണിയാശാൻ ഓർത്തോളൂ. അത്രയേ ഉള്ളൂ. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ വിജയം. ഒപ്പം നിങ്ങൾ കൂടെ ഉണ്ടാവണം, ഒപ്പം സഞ്ചരിക്കണം. ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് തന്നെ.